മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് നിങ്ങൾ പഠിച്ചത്. അടുത്തതായിട്ട് നമ്മൾ വ്യത്യസ്തമായ ഒരു ശാഖയിലേക്ക് പോവുകയാണ്. ചിത്രകലയെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായ ഒരു ചിത്രകാരനാണ് രാജാ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ പാഠഭാഗത്തിലൂടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് രാജാ രവിവർമ്മയുടെ പ്രത്യേകതകൾ, അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ, അദ്ദേഹം നേടിയിട്ടുള്ള ബഹുമതികൾ എന്നിവയൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. പ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മയുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് പേജ് നമ്പർ 39 എടുക്കുക. പാഠം 12 രാജാ രവിവർമ്മ വരയുടെ തമ്പുരാൻ. ഇത് ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്, ശീർഷകത്തിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ചിത്രകാരനായ രാജാ രവിവർമ്മയെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ആധുനിക ഭാരതീയ ചിത്രകലയുടെ പിതാവാണ് രാജാ രവിവർമ്മ. മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി നിലനിന്ന ഭാരതീയ ചിത്രകലയെ സ്വതന്ത്ര രൂപങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും അദ്ദേഹം വിമോചിപ്പിച്ചു. പ്രകൃതിദത്ത ഛായങ്ങൾ ഉപയോഗിച്ചിരുന്ന പാരമ്പര്യത്തിന് വിരുദ്ധമായി എണ്ണച്ചായം എന്ന പാശ്ചാത്യ മാധ്യമത്തെ ഇന്ത്യയിൽ പരിചിതമാക്കി. പാശ്ചാത്യ ചിത്രകലാ പാരമ്പര്യത്തിൻ്റെ സ്വാധീനത്തിലാണ് അദ്ദേഹം വരച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഏറെക്കാലം രവിവർമ്മ കടുത്ത വിമർശനങ്ങൾക്കിരയായി. ഭാരതീയ കലയെ പാശ്ചാത്യവൽക്കരിച്ചു. പാശ്ചാത്യ മാതൃകയിൽ രൂപങ്ങളുടെ ഫോട്ടോഗ്രാഫിക് പകർപ്പുകൾ വരച്ചു തുടങ്ങിയവയായിരുന്നു ആ വിമർശനങ്ങൾ. എന്നാൽ ഇന്ന് മറ്റൊരു രീതിയിൽ അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു. ചുമർ ചിത്രങ്ങൾ, ധൂളി ചിത്രങ്ങൾ, മുഖത്തെഴുത്തുകൾ തുടങ്ങിയ പരമ്പരാഗത രീതികളിലെ മനുഷ്യ ദേവതാരൂപങ്ങളിലും പാശ്ചാത്തല ദൃശ്യങ്ങളിലും നിന്നും വ്യത്യാസമായവയായിരുന്നു രവിവർമ്മയുടെ ചിത്രങ്ങൾ. ആ പാരമ്പര്യ നിരാസം മറ്റൊരു പാരമ്പര്യത്തിൻ്റെ തുടക്കമായി ആധുനിക ചിത്രകലയുടെ മാത്രമല്ല, അന്നുവരെ ചിത്രകല മതം, അനുഷ്ഠാനം, കാർഷികാചാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലോ രാജകൊട്ടാരങ്ങളിലോ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. രവിവർമ്മയാകട്ടെ തൻ്റെ ചിത്രങ്ങൾ അച്ചടിച്ച് പുറത്തിറക്കി. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി ചിത്രകല വീടുകളിലെത്തി ഓരോ വ്യക്തിയുടെയും സാംസ്കാരിക സ്വത്തായി മാറി. നമുക്ക് ഈ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. ഇവിടെ കാര്യമായിട്ട് 3 പോയിന്റുകളാണുള്ളത്. ഒന്നാമത്തെ പോയിന്റ്, എന്തുകൊണ്ടാണ് രവിവർമ്മയെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, രാജാ രവിവർമ്മയെ കുറിച്ചുള്ള വിമർശനങ്ങൾ. അതേപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ്, പണ്ട് കാലത്ത് ചിത്രരചന എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ആധുനിക ചിത്രകലയുടെ പിതാവ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ്? മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി നിലനിന്ന ഭാരതീയ ചിത്രകലയെ സ്വതന്ത്ര രൂപങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും മോചിപ്പിച്ചു. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ വിളിക്കാൻ കാരണം, ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? പണ്ട് കാലത്ത് മതത്തിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഭാഗമായിട്ടായിരുന്നു ചിത്രകല. ക്ഷേത്രങ്ങളിൽ, അതേപോലെ തന്നെ പള്ളികളിൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു വരയ്ക്കപ്പെട്ട രൂപങ്ങൾ കണ്ടിരുന്നത്. അതിനെ സ്വതന്ത്രമായ ഒരു നിലയിലേക്ക്
എല്ലാവർക്കും ഉപയോഗിക്കാമെന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? രാജാ രവിവർമ്മയാണ്. അതുകൂടാതെ പണ്ട് കാലത്ത് എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത്? പ്രകൃതിദത്ത ചായങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ എണ്ണച്ചായ. പണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചായിരുന്നു ചായകൾ ഉണ്ടാക്കിയെടുത്തത്. പിന്നീട് എന്തുമാത്രം സംഭവിച്ചു? എണ്ണച്ചായകൾ കൊണ്ടുവന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രാജാ രവിവർമ്മയെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്ന് പറയുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ചിത്രകലയെ സ്വതന്ത്ര രീതിയിലേക്ക് കൊണ്ടുവന്നു. അടുത്തത് പ്രകൃതിദത്ത ചായങ്ങൾ മാറ്റി അതിന് പകരം എന്ത് കൊണ്ടുവന്നു? എണ്ണച്ചായങ്ങൾ കൊണ്ടുവന്നു. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ രാജാ രവിവർമ്മ ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളാണ് അടുത്ത പോയിന്റ് വരുന്നത്. അദ്ദേഹം എന്താ ചെയ്തിരിക്കുന്നത്? പാശ്ചാത്യ മാതൃകയിൽ രൂപങ്ങളുടെ ഫോട്ടോഗ്രാഫി പകർപ്പുകൾ വരച്ച് തുടങ്ങി. എന്ത് ചെയ്തു? ഭാരതീയ ചിത്രകലയെ പാശ്ചാത്യവൽക്കരിച്ചു. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നിന്ന് വരുന്നത്. എന്താണ്? പല ചിത്രകാരന്മാരിൽ നിന്നും പല ആശയങ്ങളും കൈക്കൊണ്ട് ചിത്രരചനയിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ ആർക്ക് സാധിച്ചു? രാജാ രവിവർമ്മയ്ക്ക് സാധിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ രവിവർമ്മയുടെ കാലഘട്ടം വരെ മതം, അനുഷ്ഠാനം, കാർഷിക ആചാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിൽ അതേപോലെ തന്നെ രാജകൊട്ടാരങ്ങളിൽ ഒക്കെ ആയിരുന്നു എന്തുണ്ടായിരുന്നത്? ചിത്രകലകൾ ഉണ്ടായിരുന്നത്. അതെന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അദ്ദേഹം അതൊക്കെ മാറ്റി എന്ത് ചെയ്തു? തൻ്റെ ചിത്രങ്ങൾ പുറത്തിറക്കാൻ തുടങ്ങി. ആ സമയത്ത് ചിത്രങ്ങൾ എന്ത് ചെയ്തു? എല്ലാവരെയും ആകർഷിച്ചു. അതാണ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളായ ആരൊക്കെയായിരുന്നു, ജീവിത കാലഘട്ടം, അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ തിരുവിതാംകൂർ രാജകുടുംബമായി ബന്ധമുള്ള കൊട്ടാരത്തിൽ 1848 ശ്രദ്ധിക്കുക 1848 ഏപ്രിൽ 29 രവിവർമ്മ ജനിച്ചു. രാജ എന്ന ബഹുമാന ശബ്ദം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം കൂട്ടിച്ചേർത്തതാണ്. കിളിമാനൂർ കൊട്ടാരത്തിലെ മകയിലം തിരുനാൾ ഉമ അംബാബായി തമ്പുരാട്ടിയും കുന്നത്തുനാട് ഏഴുമാവിൽ നീലകണ്ഠൻ ഭട്ടതിരിപ്പാടുമായിരുന്നു മാതാപിതാക്കൾ. വേദപണ്ഡിതനായിരുന്നു അച്ഛൻ. അമ്മ ചിത്രകലയിലും സംഗീതത്തിലും തൽപരം. ഇനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള കിളിമാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടെ എപ്പോഴാണ്? 1848 ഏപ്രിൽ 29 ജനിച്ചത്. ആദ്യം എന്താണ്? രവിവർമ്മ എന്നായിരുന്നു പേര്. പിന്നീട് ബഹുമാനപൂർവ്വം എല്ലാവരും എന്ത് ചേർത്ത്? രാജ എന്ന് ചേർത്ത് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് രാജാ രവിവർമ്മയായത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, അമ്മയുടെ പേരെന്താണ്? ഉമ അംബാബായി തമ്പുരാട്ടി. ശ്രദ്ധിക്കുക. അമ്മയുടെ പേര് ഉമ അംബാബായി തമ്പുരാട്ടി. അച്ഛനോ? നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അമ്മയുടെ പാത പിന്തുടരുകയാണ് ഇദ്ദേഹം ചെയ്തത്. അമ്മയ്ക്ക് ചിത്രകലയിലും സംഗീതത്തിലും വലിയ താല്പര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേര് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അമ്മയുടെ പേര് ഉമ അംബാബായി തമ്പുരാട്ടി, അച്ഛൻ്റെ പേര് നീലകണ്ഠൻ ഭട്ടതിരിപ്പാട്. ഈ അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. ചിത്രകാരനായ അമ്മാവൻ രാജാ രവിവർമ്മയിൽ നിന്നാണ് രവിവർമ്മ ചിത്രരചന പഠിച്ചത്. അടിച്ചൊതുക്കിയ തറയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് രൂപങ്ങൾ വരപ്പിച്ചായിരുന്നു അക്കാലത്ത് ചിത്രരചനാ പരിശീലനം. പിന്നീടാണ് കടലാസിൽ പെൻസിൽ കൊണ്ട് വരച്ചു തുടങ്ങിയത്. അപൂർവം ചില ഛായകൾ മാത്രമേ അന്ന് കമ്പോളത്തിൽ കിട്ടുമായിരുന്നു. ചെടികളിലും പൂക്കളിലും മറ്റും നിന്ന് പ്രകൃതിദത്ത ഛായകൾ ഉണ്ടാക്കുന്നതായിരുന്നു പതിവ്.
എണ്ണച്ചായ ആർക്കും പരിചിതവുമായിരുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ചിത്രരചന ശരിക്കും പഠിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ രാജരാജവർമ്മയിൽ നിന്നാണ് ചിത്രരചന പഠിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചിത്രരചനാ രീതിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ചിത്രരചന അഭ്യസിപ്പിച്ചിരുന്നത്? അടിച്ചൊതുക്കിയ തറയിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട്, ചുണ്ണാമ്പ് കുമ്മായ അറിയില്ലേ, കക്ക നീട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് എന്ത് ചെയ്യുന്നു? രൂപങ്ങൾ ഇങ്ങനെ തറയിൽ വരപ്പിക്കുക. അങ്ങനെയായിരുന്നു ആദ്യം തന്നെ ചെയ്തത് ചിത്രങ്ങൾ വരപ്പിച്ചു തുടങ്ങിയത്. അതേപോലെ തന്നെ അന്ന് ചായങ്ങൾക്ക് വ്യത്യാസം വന്നെങ്കിലും അപൂർവമായിട്ട് മാത്രമേ കമ്പോളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അങ്ങാടി എന്നൊക്കെ പറയാം, കടകളിൽ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലായിട്ട് പ്രകൃതിദത്ത ചായങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇതായിരുന്നു ആ കാല പ്രാകൃത കാലം. നേരെ മറിച്ചായിരുന്നു പാശ്ചാത്യ ലോകത്തെ സ്ഥിതി. കൂടുതൽ സ്ഥിരതയുള്ള എണ്ണച്ചായത്തിലായിരുന്നു അവർ വരച്ചിരുന്നത്. 1862 മെയ്യിൽ രാജരാജവർമ്മ അനന്തരവനായ രവിവർമ്മയോടൊപ്പം തിരുവനന്തപുരത്തെത്തി ആയില്യം തിരുനാൾ മഹാരാജാവിനെ സന്ദർശിച്ചു. ചിത്രകല പരിശീലിക്കാൻ തിരുവനന്തപുരത്ത് താമസിക്കാനായിരുന്നു മഹാരാജാവിൻ്റെ നിർദ്ദേശം. കൊട്ടാരത്തിലെ ഇറ്റാലിയൻ നവോത്ഥാന ശൈലിയിലെ ചിത്രങ്ങൾ കണ്ടുപഠിക്കാനും അവിടെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടുകാരായ ചിത്രമെഴുത്തുകാരുടെ രീതികൾ പഠിക്കാനും രവിവർമ്മയ്ക്ക് കഴിഞ്ഞു. 1866 അദ്ദേഹം മാവേലിക്കര കൊട്ടാരത്തിലെ പൂരുരുട്ടാതി തിരുനാൾ തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചു. മഹാകവി കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ ഭാര്യ ലക്ഷ്മിഭായിയുടെ ഇളയ സഹോദരിയായിരുന്നു അവർ. 1868 ഒന്നുകൂടി ശ്രദ്ധിക്കുക, 1868 തിരുവനന്തപുരത്ത് കൊട്ടാരത്തിലെത്തിയ തിയഡോർ ജെൻസൺ, പേരൊന്നുകൂടി ശ്രദ്ധിക്കുക, തിയഡോർ ജെൻസൺ എന്ന ഡച്ച് ചിത്രകാരനിൽ നിന്നാണ് രവിവർമ്മ പാശ്ചാത്യ ശൈലിയും എണ്ണച്ചായ രചനാ സമ്പ്രദായവും പരിചയപ്പെട്ടത്. മഹാരാജാവിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ പുതിയ ശൈലിയിൽ രവിവർമ്മ വരച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ കൂടെ, അനന്തരവൻ എന്ന് പറഞ്ഞത് ആരാണ്? സഹോദരിയുടെ മകൻ, രാജരാജവർമ്മയുടെ സഹോദരിയുടെ മകനാണ് ആര്? രവിവർമ്മ. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൂടെ, അമ്മാവൻ്റെ കൂടെ തിരുവനന്തപുരത്തെത്തി അവിടുത്തെ മഹാരാജാവായ ആയില്യം തിരുനാളിനെ കണ്ടു. അങ്ങനെ ആയില്യം തിരുനാള് രവിവർമ്മയെ കുറിച്ച് കേട്ടിരുന്നു. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അവിടെ രവിവർമ്മയ്ക്ക് വേണ്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ചിത്രകല പരിശീലിക്കാൻ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുക. അതായിരുന്നു ഒന്നാമത്തെ നിർദ്ദേശം. പിന്നെ പറഞ്ഞത് കൊട്ടാരത്തിലെ ഇറ്റാലിയൻ നവോത്ഥാന ശൈലിയിലെ ചിത്രങ്ങൾ കണ്ടുപിടിക്കുക. ഇറ്റാലിയൻ വിദേശികളുടെ ചിത്രരചനാ രീതി കണ്ടുപിടിക്കുക. അല്ലേ? അതിനു വേണ്ടിയിട്ട് രവിവർമ്മയ്ക്ക് എന്ത് കൊടുത്തു? അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ വിദേശികളുടെ ചിത്രരചന, അല്ലെ, അവരുമായി സമ്പർക്കത്തിലായി കഴിഞ്ഞാൽ അവരുടെ ചിത്രരചന രീതി കൂടി സ്വായത്തമാക്കാൻ കഴിയും. അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി അവരെന്തൊക്കെയാണ് ഉപയോഗിക്കും. അങ്ങനെ 2 നിർദ്ദേശങ്ങൾ നൽകി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവാഹത്തെക്കുറിച്ചാണ്. ആരെയാണ് വിവാഹം കഴിച്ചത്? പൂരുരുട്ടാതി തിരുനാൾ തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചു. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ചിത്രങ്ങളെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണ്
അവാർഡ് നേടിക്കൊടുത്ത ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. 1873 ചെന്നൈയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ എന്ന ചിത്രം ഒന്നാം സമ്മാനം നേടിയതോടെ രവിവർമ്മയുടെ പ്രശസ്തി ഉയരാൻ തുടങ്ങി. ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ചിത്ര പ്രദർശനത്തിലും ഈ ചിത്രത്തിന് സമ്മാനം കിട്ടി. അടുത്ത വർഷം വരച്ച തമിഴ് മഹിളയുടെ സംഗീതാലാപനം വീണ്ടും ചെന്നൈയിൽ സമ്മാനം നേടി. ദാരിദ്ര്യം എന്ന പേരിൽ ഈ ചിത്രം തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര ആർട്ട് ഗാലറിയിലുണ്ട്. 1876 ശകുന്തളയുടെ പ്രേമവീക്ഷണവും ചെന്നൈ പ്രദർശനത്തിൽ സമ്മാനം നേടി. കാലിൽ ഗർഭമുല തറഞ്ഞ് എടുക്കാൻ എന്ന നാട്യത്തിൽ ശകുന്തള പിന്തിരിഞ്ഞ് ദുഷ്യന്തനെ നോക്കുന്ന കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിലെ സന്ദർഭത്തിന് നൽകിയ ഈ ചിത്രവ്യാഖ്യാനം രവിവർമ്മയുടെ ഏറ്റവും പ്രശസ്തമായ രചനകളിലൊന്നാണ്. ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റായ മോണിയർ വില്യംസ് പ്രസിദ്ധീകരിച്ച ശാകുന്തളം ഇംഗ്ലീഷ് പരിഭാഷയുടെ മുഖചിത്രവും ഇതായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന ചിത്രങ്ങൾ, അവാർഡ് നേടിക്കൊടുത്ത പ്രധാന ചിത്രങ്ങൾ ഏതൊക്കെയാണ്. ഒന്നാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ. ചെന്നൈയിൽ വെച്ചാണ് നടന്നത് ചിത്ര പ്രദർശനം. അതിന് ഒന്നാം സമ്മാനം കിട്ടി. പിന്നെയോ തമിഴ് മഹിളയുടെ സംഗീതാലാപനം. അടുത്ത വർഷം അത് ചെന്നൈയിൽ വെച്ച് തന്നെയാണ് അതിന് എന്ത് കിട്ടി? സമ്മാനം കിട്ടി. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശകുന്തളയുടെ പ്രേമവീക്ഷണം. അതിനും സമ്മാനം കിട്ടി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 3 ചിത്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് മുല്ലപ്പൂ ചൂടിയ നായർ സ്ത്രീ, രണ്ടാമത്തത് തമിഴ് മഹിളയുടെ സംഗീതാലാപനം, മൂന്നാമത്തത് ശകുന്തളയുടെ പ്രേമവീക്ഷണം. ഇത് 3 അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത ചിത്രങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചർ പരിചയപ്പെട്ടിട്ടുണ്ടാവാം അല്ലെ? കാലിൽ ഗർഭങ്ങൾ കൊണ്ടിട്ട് എന്ത് ചെയ്യാം, അതെടുക്കാനെന്നപ്പോൾ അവനെ തിരിഞ്ഞു നോക്കുന്ന ശകുന്തളയുടെ ചിത്രം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട് അല്ലെ? തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ ടി മാധവറാവു രവിവർമ്മയ്ക്ക് പരിചിതനായിരുന്നു. ബറോഡ അല്ലെങ്കിൽ വഡോദരയിലെ മഹാരാജാവിൻ്റെ ഉപദേഷ്ടാവായി പ്രവർത്തിക്കുകയായിരുന്ന മാധവറാവു 1880 ശ്രദ്ധിക്കുക, 1880 തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ രവിവർമ്മയുടെ ചില ചിത്രങ്ങൾ ബറോഡയ്ക്ക് വേണ്ടി വാങ്ങി. പിൽക്കാലത്ത് രവിവർമ്മയുടെ കലാജീവിതത്തിൽ ബറോഡ രാജകുടുംബം വലിയ പങ്കുവഹിച്ചതിൻ്റെ തുടക്കം അതായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്തെ തിരുവിതാംകൂർ ദിവാനായ ടി മാധവറാവുവിനെ പരിചയപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ബറോഡയിലെ രാജാവ് സന്ദർശിച്ച സമയത്ത് എന്ത് ചെയ്തു? രവിവർമ്മയുടെ ചിത്രങ്ങൾ കണ്ടിട്ട് ബറോഡയിലേക്ക് വാങ്ങി. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? ബറോഡ രാജകുടുംബം വലിയ പങ്കുവഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൂടി ഇവിടെ രവിവർമ്മയുടെ ചിത്രങ്ങൾ എന്ത് ചെയ്തു? പ്രശസ്തി ആർജിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രവിവർമ്മ ചിത്രങ്ങളുടെ ഏറ്റവും വലിയ സ്വകാര്യ ശേഖരം ഇന്നും ബറോഡ രാജകുടുംബത്തിൻ്റെ കൈവശമാണ്. 1881 എന്നോട് ശ്രദ്ധിക്കുക, 1881 ബറോഡയിൽ സായജിറാവു ഗേക്വാഡ് മഹാരാജാവായപ്പോൾ കിരീട ധാരണോത്സവത്തിൽ പങ്കെടുക്കാൻ രവിവർമ്മയ്ക്ക് ക്ഷണം ലഭിച്ചു. അനുജൻ രാജരാജവർമ്മയോടൊപ്പം 4 മാസം അദ്ദേഹം ബറോഡയിലെത്തി താമസിക്കുകയും നിരവധി പുരാണ സന്ദർഭ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തു. ഒരിക്കൽ ബറോഡയിൽ വെച്ചിട്ട് അവിടുത്തെ യുവരാജാവിൻ്റെ കിരീട ധാരണോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രവിവർമ്മ പോയി. അങ്ങനെ അവിടെ താമസിച്ചിട്ട് ധാരാളം ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ഒരു അവസരം
ആർക്ക് കിട്ടി? രവിവർമ്മയ്ക്ക് കിട്ടി. 1885 ശ്രദ്ധിക്കുക, 1885 മൈസൂർ മഹാരാജാവ് ചാമരാജേന്ദ്ര ഒഡയാർ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ചിത്രങ്ങൾ വരപ്പിച്ചു. പിന്നീട് 1888 മുതൽ ശ്രദ്ധിക്കുക, 1888 മുതൽ 2 വർഷത്തെ ബറോഡ ജീവിതത്തിനിടയിൽ പുരാണ സംബന്ധിയായ 14 ചിത്രങ്ങൾ അദ്ദേഹം വരച്ചു. ഉത്തരേന്ത്യയിൽ വ്യാപകമായ യാത്രകൾ നടത്തി. 1893 ശ്രദ്ധിക്കുക, 1893 അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ലോക പ്രദർശനത്തിൽ രവിവർമ്മയുടെ 10 ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ഈ പ്രദർശനത്തോടനുബന്ധിച്ച് നടന്ന ലോകമത സമ്മേളനത്തിലാണ് സ്വാമി വിവേകാനന്ദന്റെ വിഖ്യാതമായ ഷിക്കാഗോ പ്രസംഗം ഉണ്ടായത്. എന്താണ് ഇങ്ങനെ ഓരോ രാജ്യത്തുള്ള ആളുകളും ഇവിടെ രവിവർമ്മയെ പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെ ബറോഡയിൽ 2 വർഷം താമസിച്ചു. അവിടെ നിന്ന് ധാരാളം ചിത്രങ്ങൾ വരച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവിടെ അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്ന ചിത്ര പ്രദർശനത്തിൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. എല്ലാവരും ടെക്സ്റ്റിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ ചിത്രകാരൻ എന്ന് രവിവർമ്മ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴാണ് ചിത്രങ്ങൾ മുദ്രണം ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് എല്ലാവരിലും എത്തിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായത്. ആധുനിക സാങ്കേതിക വിദ്യയുമായി ചിത്രകലയെ ബന്ധിപ്പിക്കാനുള്ള ആ തീരുമാനം ഇന്ത്യൻ ചിത്രകലാ ചരിത്രത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ചു. 1894 ശ്രദ്ധിക്കുക, 1894 മുംബൈയിൽ വിദേശത്ത് നിന്നും ഒരു കളർ ഓളിയോഗ്രാഫി പ്രസ്താവിച്ച് അദ്ദേഹം ചിത്രങ്ങളുടെ വില കുറഞ്ഞ പ്രിന്റുകൾ മുദ്രണം ചെയ്തു തുടങ്ങി. ഇക്കാലത്ത് കൊൽക്കത്ത സന്ദർശിച്ച രവിവർമ്മ ടാഗോർ കുടുംബത്തിൻ്റെ ഭവനമായ ജെറോഷങ്കോവിലുമെത്തി. അവിടെ വെച്ചാണ് ഭാരതീയ ചിത്രകലയിൽ രവിവർമ്മ പാരമ്പര്യത്തിന് വിരുദ്ധമായ ആധുനിക ശൈലിക്ക് പിന്നീട് തുടക്കം കുറിച്ച അപനീന്ദ്രനാഥ് ടാഗോറിനെ അദ്ദേഹം കണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഓരോ വിദേശ രാജ്യങ്ങളും എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഇങ്ങനെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ അങ്ങനെ തന്നെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു ചിത്രകാരനായി മാറി. ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കപ്പെട്ട ഒരു ചിത്രകാരനായി മാറി. അങ്ങനെ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് തൻ്റെ ചിത്രങ്ങൾ വില കുറച്ച് കൊടുത്തുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു പ്രസ് സ്ഥാപിച്ചു. അവിടെ വെച്ച് ചിത്രങ്ങൾ മുദ്രണം ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ചിത്രങ്ങളിൽ എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ മഹാരാജാക്കന്മാരും ബ്രിട്ടീഷ് ഭരണാധികാരികളെല്ലാം രവിവർമ്മയെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിക്കാൻ അത്യധികം ആഗ്രഹിച്ചിരുന്നു. രാജസ്ഥാനിലെ ഉദയപൂർ മഹാരാജാവ് അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി തൻ്റെ പൂർവികരുടെ ചിത്രങ്ങൾ വരപ്പിച്ചു. ഇക്കൂട്ടത്തിലുള്ള മഹാറാണ പ്രതാപിൻ്റെ ചിത്രം ഛായാപട രചനയിലുള്ള മാസ്റ്റർ പീസുകളിലൊന്നാണ്. 1904 ശ്രദ്ധിക്കുക, 1904 ചെന്നൈയിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ആർതർ ഹാവ്ലോക്കിൻ്റെ ചിത്രം വരയ്ക്കാൻ രവിവർമ്മയെ ചുമതലപ്പെടുത്തി. ഈ വർഷം തന്നെ ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തിന് കേസർ ഇ ഹിന്ദ് ബഹുമതിയും നൽകി. ശ്രദ്ധിക്കുക, കേസർ ഇ ഹിന്ദ് ബഹുമതി. ആദ്യമായിട്ടായിരുന്നു ഒരു കലാകാരന് ആ ഉന്നത ബഹുമതി ലഭിക്കുന്നത്. ജീവിതാന്തത്തിൽ കിളിമാനൂരിലേക്ക് മടങ്ങുകയും സമൃദ്ധമായ രചനാ ജീവിതത്തിൽ മുഴുകുകയും ചെയ്ത ആ വരയുടെ തമ്പുരാൻ 1906 ശ്രദ്ധിക്കുക, 1906 ഒക്ടോബർ 2 അന്തരിച്ചു. അങ്ങനെ
ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷുകാരിലെ പലതരത്തിലുള്ള ആളുകളും പല വിദേശങ്ങളിലുള്ള ആളുകൾ, വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളും എന്ത് ചെയ്തു? ചിത്രം വരപ്പിക്കാൻ തുടങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് സർക്കാർ ഒരു ബഹുമതി നൽകി. ഉന്നതമായ ബഹുമതിയായിരുന്നത് കേസർ ഇ ഹിന്ദ്. ബ്രിട്ടീഷുകാർ നൽകിയ ബഹുമതി എന്തായിരുന്നു? കേസർ ഇ ഹിന്ദ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നീട് തൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരികയും 1906 ഒക്ടോബർ 2 അന്തരിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പലയിടത്തുമുള്ള സ്വകാര്യ ശേഖരങ്ങളിലും തിരുവനന്തപുരത്തെ ശ്രീചിത്ര ആർട്ട് ഗാലറിയിലുമാണ് രവിവർമ്മയുടെ ചിത്രങ്ങളുള്ളത്. ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ട് ഉൾപ്പെടെ നിരവധി മ്യൂസിയങ്ങളിലും ചിത്രങ്ങളുണ്ട്. പിന്നെ ഇന്ന് പല സ്ഥലങ്ങളിലും മ്യൂസിയങ്ങളിലും രാജാ രവിവർമ്മയുടെ ചിത്രങ്ങൾ കൊണ്ടുവന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവരും ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്തു.